നമ്മുടെ പഴങ്ങളുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. നമ്മളെ ബർത്ത്ഡേ പാർട്ടി തുടങ്ങാൻ വേണ്ടി നമ്മുടെ പൈങ്കിളിത് ഓർമ്മ സുന്ദരൻ സുന്ദരിയായി നിപ്പുണ്ട്. അപ്പൊ നമ്മള് ബർത്ത്ഡേ പാർട്ടി നല്ല രസാക്കാൻ വേണ്ടി നിക്കും അല്ലേ അമ്മച്ചി? യെസ്. അപ്പൊ നമ്മുടെ മമ്മേന്റെ തല കാണുന്നില്ല, കാണിക്കൂ. അപ്പൊ നമ്മളിനി കേക്ക് കട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് ചില ഡെക്കറേഷൻസ് കാണണ്ടേ? അതിന് മുമ്പ് നമ്മുടെ ഐസ്ക്രീം ഉണ്ട്, അത് അലത്ത് പോലെ പൊട്ടറാ. അതെ, അപ്പൊ ഇവിടെ ഐസ്ക്രീം നമുക്ക് കഴിക്കണം അല്ലേ അമ്മച്ചി? അതെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് എന്ത് അപ്പൊ അത് നമുക്ക് ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ പൈങ്കിളിന്റെ കക്ക ചിക്ക കളിച്ചത് കാണാം. എന്നാ ശരി. വാവ് ഗായ്സ്, അപ്പൊ നമ്മുടെ പൈങ്കിളിന്റെ തല മാറ്റി നിന്നെ കാണണ്ട. നമുക്ക് അപ്പൊ പൈങ്കിളിത് ഇവിടെ നിന്നോ, ഇവിടെ നിക്കണം. അപ്പൊ ഇത് പൈങ്കിളിത് എന്താ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി റെഡി നിൽക്കാണ്. മകളുടെ കുമ്പ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ കൊച്ചിനാണേല് ഫുഡ് കഴിക്കണം. കൊച്ചപ്പൈനെ മൊത്തത്തിൽ കലിപ്പിലായിരുന്നു കേട്ടോ, അല്ലേ വാങ്ക? മൊത്തത്തിൽ അടങ്ങൂല. നിങ്ങൾ ആരും കണ്ടില്ലല്ലോ ഡെക്കറേഷൻ ചെയ്ത് എന്നെ അപ്പൊ നമുക്ക് കാണാം ഡെക്കറേഷൻ. അപ്പൊ ഗായ്സ് പൈങ്കിളി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഗായ്സ്, വിശന്നിട്ടാണ് ഒരു കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ കാഴ്ച ഒരു സോയിരി കൊച്ചിത്ര നേരിട്ട് നമുക്ക് തന്നിട്ടില്ല. ഇത്ര നേരം സോയിരി തന്നിട്ടില്ല. ഇത്ര നേരം കൊച്ചു ഒരു സോയിരി തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേക്ക് മുറിക്കാം അല്ലേ? നമുക്ക് ഫസ്റ്റ് നമുക്ക് അവിടെ ഐസ്ക്രീം കഴിക്കാം. എന്റെ ദൈവമേ, നീ തിന്നോ? ഇങ്ങോട്ട് വാ, കാണും. അയ്യോ തിന്നോ, കൊച്ചു തിന്നോ. അതെ ഐസ്ക്രീം കുറച്ചാണ് കാഴ്ച ഭാഗത്തിന് മെൽറ്റ് ആയിട്ടുള്ളൂ. അപ്പം എന്റെ അതേ സ്വഭാവം ഇല്ലാന്ന് ഓർക്കണ്ട, അത് അതിന്റെ ഇരട്ടീന്റെ ഇരട്ടിയാണ് മകൻ. എങ്ങോട്ടാണ് ഡാൻസ് നിലത്ത് വീഴ്ചേക്കല്ലേ? കട്ട ഐസ്ക്രീം ആയി. ഞാൻ തിന്നാൻ പോണേ. എന്റെ മോഹത്തിന് മുഴുവൻ തിന്നെ ഐസ്ക്രീം ഒന്നും വരില്ല. എനിക്ക് എത്ര ഇഷ്ടം നിങ്ങൾക്ക്. അതന്നെ മൂക്കിക്കൂടിയൊക്കെ ചാടുവോ? അതല്ലേ എനിക്ക് വേണം, പക്ഷെ എന്ത് അടിച്ചാലും ഞാൻ തിന്നും. പങ്ങനെ കാഴ്ച അലിഞ്ഞു പോയാൽ പകൽ ഇരുന്നാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഡാൻസിന്റെ സ്റ്റെപ്പായി. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല കേട്ടോ, നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് തിന്നത് നോക്കട്ടെ. മാറിക്ക് തല മാറ്റ്. കഴിക്കാൻ പോവാണേ. കഴിച്ചു എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എനിക്ക് ചിക്കു ജ്യൂസ് ഭയങ്കര, അല്ല ചിക്കു ഷേക്ക് എനിക്ക് തോന്നുവാ. ആ റെഡ് വെൽവെറ്റ് എല്ലാ രസം ഇതാണ്. അത്ര ടേസ്റ്റ് ആണോ? സഹൂർ എടാ ഞാൻ പൊട്ടനാ. അമ്മേ വാ മാറ് മാറിക്കോ താടാ നിക്ക്, ഞാൻ തിന്നും. വയസ്സേ ഇത് ബിഗ് മോസ്റ്റ് ആണ്. എനിക്ക് സ്പൂണൊന്ന് തന്നെ കൊച്ചേ. അതാ അതാ ചാടിപ്പോന്നു. മോഹവും
ഒന്നും പറയാൻ പറ്റുന്നില്ല guys. ഞാൻ ആനവാ കഴിക്കാൻ പോണേ. മമ്മിക്ക് കൊടുക്കട്ടെ. സ്പൂൺ എടുത്ത് ഞാൻ എടുക്കാം. ഐസ്ക്രീമിന്റെ ഒരു വൻ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാടെ നമ്മുടെ പൈങ്കിളിന്റെ ഐസ്ക്രീം അല്ല മിഠായിന്റെ പാക്കറ്റ് എന്താ കാണിക്കുന്ന ഒറ്റയ്ക്ക് തിന്നാണോ? എന്തോ എന്റേത് നോക്കട്ടെ ഒന്ന്. എടാ നീ തിന്നോ? ഞാൻ കഴിക്കാം. ഞാൻ തരാം. ഞാൻ കൈ നീട്ട് കണ്ണടക്കിയേ. അപ്പൊ അങ്ങനെ നമുക്ക് മിഠായി തരാൻ പോവാണ് ഗൈസ്. തരും ഇത് കൈ കുളിച്ചു പിടിക്ക്. അതാ വീഴുന്നു. ഗൈസ് കണ്ടോ ഇത്രയും മിഠായി എനിക്ക് പങ്കം തന്നതാട്ടോ. അമ്മച്ചിക്ക് കൊടുക്ക്. അമ്മച്ചിക്ക് മോശം മിഠായി അമ്മക്ക് അമ്മമ്മ അങ്ങോട്ട് ബാക്കിലേക്ക് നിൽക്കും. അമ്മ കാണുന്നില്ല. അവർക്ക് മിഠായി വേണ്ടല്ലോ അല്ലേ? വാ മോസ്റ്റ് ആണ് ഗൈസ്. പിന്നെ ആര് തട്ടിപ്പറിച്ചെന്നാ നീ പറയുന്നേ? ഞാൻ പഠിച്ചില്ല നല്ലോണം. താങ്ക് യു പങ്ക. കണ്ടു എന്റെ കടിയാ. അങ്ങനെ ഐസ്ക്രീം എന്റെ അടുത്ത് തട്ടിപ്പറിക്കാൻ പാടില്ല ഇനി ആരും മേലിൽ. നീ തട്ടിപ്പറിച്ചാൽ ഗായ്സ്. അങ്ങനെ എല്ലാവർക്കും പങ്ക മിഠായി തീർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചില്ലല്ലോ. തിന്നോ ഗായ്സ്. ഞാനും കഴിക്കില്ല കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് കേട്ടാ ആണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കേക്ക് കട്ട് ചെയ്യാം. എപ്പോഴും കേക്കിൻ്റെ ഒരു വിചാരമുള്ളൂ. തിന്നുറങ്ങാ തന്നെ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ വിളക്കൊക്കെ തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചന്ദനത്തിരി തെറ്റ് നമുക്ക് ചന്ദനത്തിരിയും കൂടി എടുക്കാം. ഓക്കെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഗായ്സ്, അപ്പൊ നമ്മുടെ പങ്കൻ അമ്മച്ചിന്റെ അടുത്ത് ഐശ്വര്യമായിട്ട് അനുഗ്രഹം വാങ്ങാൻ പോവാണ് കേട്ടോ. ദീർഘായുഷ്മാൻ ഭവ. ആയുരാരോഗ്യത്തോടെ ദീർഘനാൾ ഇങ്ങനത്തെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഇടയൻ്റെ കുഞ്ഞിന് വരട്ടെ. കൊല്ലുവാണോടാ? അതാ നമുക്ക് പിടിച്ചു വലിച്ച് നമ്മളെ കൊന്നു ഗായ്സ്. പൈങ്കിളി കണ്ടോ എന്താണ്? പിന്നെ നമ്മളെ അടുത്ത മമ്മയാണ്. മൂക്കുചുമപ്പാണ് ഇനി നമ്മുടെ മൂക്കുചുമപ്പ്. നമ്മുടെ നമ്മളെ പൈങ്കിളിനെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അനുഗ്രഹം വാങ്ങിക്കോ. ക്യാമറ അടിച്ചു പൊട്ടിച്ചു ഗൈസ്. അപ്പൊ നമ്മള് ഈ കുറുക്കനെ എവിടെയെങ്കിലും കൊണ്ട കളാ. എന്തിങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ അപ്പൊ നമ്മുടെ ഫൈനൽ എടാ ഇതൊക്കെ ടെക്നോളജിയാണ്. പൈങ്കിളി ഗായ്സ് നമ്മുടെ കേക്കിന്റെ അതാ വിളക്കി കൊണ്ടുവയ്ക്കുന്നു. വാവ് നിക്ക് കൊച്ചൊന്ന് കേക്ക് കാണിക്കട്ടെ. അതാ 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 ഗായ്സ് നമ്മുടെ കവർ എടുക്ക്.
ഗൈസ് എന്നെ പോലെ തന്നെ ഇല്ല മച്ചി നമ്മൾ അവിടെ നിന്നല്ല വാങ്ങിയ കേക്ക്, വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങി. നോക്കട്ടെ പങ്ക ഒന്ന് കാണിക്കട്ടെ മാറ്റി. അപ്പൊ ഗായ്സ് ഇതാണ് കേട്ടോ യോധ കവർ ഗായ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ പങ്കന്റെ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് ബബ്ലിയാ ഗുബ്ലിയാ അങ്ങനെ എന്തോ പേരാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കാണാം. വാവ് ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ പങ്കന്റെ മോസ്റ്റ് കേക്ക് അല്ലേ പങ്ക? ആണോ? നല്ല കൊമ്പൻ കേക്കാണ് ഗൈസ്. പങ്കന്റെ കൊമ്പൻ കേക്കാണ്. കൊമ്പൻ കേക്ക് കൊമ്പൻ കേക്കാണ് അല്ലേ? അതന്നെ ഈർക്കിലിയോ? ആർക്കറിയാം. എന്റെ കൊമ്പ്, എന്റെ കൊമ്പ്. ഇത് മിൽക്കിയാ? മുറുക്കി പങ്ക. എനിക്ക് അളക്കണം. കൊച്ച് ഞാൻ വെട്ടുവേ. പോണേ. 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പങ്ക, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊച്ചെന്താ കാണിക്കണേ? കേക്ക് മുറിക്കാൻ അറിയാത്ത കുട്ടിയാണ്. എന്റെ കിളിക്കുഞ്ഞ പക്ഷെ നീ മുറിച്ച് ശരിയായില്ലടാ. അതെ കിളീന്റെ വെച്ച ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ പങ്ക, ഹാപ്പി ബർത്ത്ഡേ പങ്ക, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ പങ്ക, പങ്ക പങ്ക. ചാടി ബ്രദർ അമ്മേന്റെ കൈയും കൂടി തിന്നുന്നു ഗായ്സ്. അപ്പൊ നമ്മുടെ അമ്മച്ചി പങ്കന് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതാ മമ്മയാണ് പങ്കന് കേക്ക് കൊടുക്കുന്നത്. എന്താണിത്, പങ്കനാണോ വാരി കൊടുക്കുന്നത് ഗായ്സ്? അപ്പൊ അവിടുത്തെ വാവാനാണ് പങ്ക കൊടുക്കുന്നത്. അതാ മുടി ഇത് അറിഞ്ഞില്ല പാവം ഗായ്സ്. അപ്പൊ ഞാൻ അടുത്ത് എന്റെ പങ്കന് ഞാനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചവയ്ക്ക് തരാടാ ഞാൻ നിനക്ക്. ഭയങ്കര ഇഷ്ടം എന്റെ കൊച്ചിനെ. ചക്കരപ്പങ്ക. അതെ ചക്കരപ്പങ്ക. ചക്കരപ്പങ്ങയും കിളി. എന്തോ കോടകൊളിത്തരം പറഞ്ഞു. ഞങ്ങളുടെ എന്തൊരു വീട് പറഞ്ഞിട്ട് ഗുരു, അതല്ല ഗുരു അല്ല, ഞങ്ങളെ സൃഷ്ടിച്ച വ്യക്തിക്ക് അറിയാം ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് അല്ലേ അമ്മേ? അപ്പൊ നമ്മുടെ ജുവാണ് നമുക്ക് ഇതേ കേക്ക് മുറിച്ചു തരാൻ വേണ്ടി പോവാണ് അല്ലേ ജു? മുറിച്ചു തരാം. അയ്യോ അതോ എന്റെ ഒരു കൊമ്പാരോണ്ടേ. കൊമ്പോ? ഏത് കൊമ്പ്? എനിക്കിത് മതി ഗായ്സ്, ഞാൻ എടുക്കോട്ടോ. ഇതെനിക്ക് കഴിക്കണം. മോസ്റ്റ് കഴിക്കണം. അയ്യോ മാമാറ്റി എനിക്ക് കൊമ്പുതാ. എനിക്ക് കൊമ്പുതാ. എനിക്ക് കൊമ്പുതാ. ഈ കൊമ്പുതാ. എന്റെ ദൈവമേ, എന്താണ് ഗായ്സ് ഈ കേൾക്കുന്നത്? കൊമ്പ് തരാനൊക്കെ പറയുന്നോ? ഞാൻ ഗായ്സിന് കേക്ക് കൊടുത്താൻ മറന്നു. ഗായ്സിന് കേക്ക് കൊടുക്കാൻ മറന്നു. ഗായ്സ് നിങ്ങളെല്ലാരും കേക്ക് മുഴുവൻ കഴിച്ചോ? തന്നില്ല ഒന്നും ആരും പറയണോ അല്ലേ പങ്ക? അതെ എല്ലാരും കഴിച്ചോട്ടോ. ആവശ്യം കഴിച്ചോ. എല്ലാവർക്കും കൊടുക്കമേ. വാവാറ്റിക്കല്ല ഗായ്സ്, നിങ്ങൾ ശശി എന്തോ കൊടുത്തോളും. ഞാനൊരു കടി കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഉപവിഷ്ടതി ഭവന്തു. നമ്മള് കേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ വൈറ്റും
ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ. കഴിക്കല്ലേ? മോസ്റ്റ് യമ്മി ഉണ്ട്. സൂപ്പർ കൂൾ ടേസ്റ്റാണ്. അടിപൊളി. നമ്മൾ കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോസ്റ്റ് ആയിട്ട് വയറൊക്കെ കുമ്പയൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പം കേക്ക് ഒരു കഷ്ണം കഴിച്ചപ്പോഴേക്ക് ഫുള്ള് നമ്മുടെ വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് പായസം ഉണ്ട്, ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കണം. ആ വീഡിയോ ഒക്കെ ഞാൻ ആ ക്ലിപ്സൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പായസം കഴിക്കണം. അപ്പോൾ അതേ ഗായ്സ് വയറ് ഫുള്ളായതുകൊണ്ട് സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടാണ് പായസം കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആയിട്ട് പായസം കഴിക്കാം. ഗായ്സ് അപ്പോൾ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ പായസം കുടിക്കാൻ വന്നു അല്ലേ? അതെ. ആണോ അമ്മച്ചി? അല്ലേ? അതെ. അപ്പൊ നമ്മുടെ പങ്കൻ ബർത്ത്ഡേക്കാരൻ ഒളിച്ചു നിൽക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോസ്റ്റ് പായസം. ഏത് പായസം ഉണ്ടാക്കിയത്? പാലട പ്രഥമൻ മാത്രമേ ഉള്ളൂ. പാലട പ്രഥമൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാത്രമായ പാലട പ്രഥമൻ നമുക്ക് കഴിക്കാം അല്ലേ? അതെ. ഓ വാ. അപ്പൊ നമ്മുടെ മമ്മ ഇതേ പങ്കന് പ്രഥമൻ വാരി കൊടുക്കുവാണ്. എങ്ങനെയുണ്ട് പങ്ക മോസ്റ്റ് പായസം? മോസ്റ്റാ അടിപൊളിയല്ലേ? പക്ഷെ നമ്മൾ അടുത്തത് അമ്മച്ചിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അമ്മച്ചീന്റെ വക. വാ എങ്ങനെയുണ്ട്? അമ്മച്ചി കഴിച്ചു നോക്കി. അമ്മച്ചി പായസം എല്ലാരും കഴിച്ചു നോക്ക്. ഇല്ല. എങ്ങനെയുണ്ട് അമ്മച്ചി? മോസ്റ്റാണോ? മോസ്റ്റ്. അതാ ബലൂൺ കരയുന്നു. മറ്റേ ബലൂൺ കരയുന്നുണ്ട് കേട്ടോ. ബലൂണിന് വേണം. ബലൂണിനെ കരയി. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഇനി മതിയോ? കഴിച്ചോ? അമ്മച്ചി കഴിച്ചോ? അമ്മച്ചി അമ്മ കഴിച്ചു നോക്കിക്കേ. അമ്മേന്റെ പായസം അമ്മ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നല്ല സൂപ്പറാണ് കേട്ടോ പായസം. നീ കഴിക്കോ? ഞാൻ കഴിക്കാം. അടിപൊളിയാ. കഴിച്ചു. അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കാം. മോസ്റ്റ് ആണോ? ഷോ ഞാൻ കഴിച്ചില്ലല്ലോ മോസ്റ്റ്. ഗൈസ് അപ്പൊ ഞാൻ മോസ്റ്റ് ഗൈസ് ഞെട്ടിന് അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ കൊടുത്തു. അതെ. നമുക്കങ്ങനെ എൻ്റെ ഒന്നുമില്ല. നമ്മുടെ അത്രേ ഉള്ളൂ. അതല്ലേ പായസം. What's that, brother? What's that? Mosta. അതെ. ബിഗ് മോസ്റ്റ്. കുറുകിപ്പോയില്ലേ? നല്ല കുറുകിപ്പോയി. അടിപൊളിയാണ്. നല്ല മധുരം. എനിക്ക് പായസത്തിന് എക്സ്പെക്ട് നാളെ പോവാം. മധുരം ഇല്ലാത്ത പായസം ഐ ഡോണ്ട് ലൈക്ക്. മധുര ഇസ് ബെസ്റ്റ്. മധുരാണ് പായസം. ഇസ്ക്വൽ ടു മധുരാണ് അല്ലേ? അപ്പൊ പായസം നമുക്ക് കുറെ തിന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് അച്ചാറ് തൊട്ട് നക്കണം അല്ലേ? അതെ. പേടിക്കണ്ട. അത് ഒടിയനാണ്. ഒടിയൻ കാതുമാണ് ഗൈസ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അറിയോ? നെക്സ്റ്റ് ആയിട്ട് നമ്മള് ബിരിയാണിയാണ് ഗൈസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ മമ്മേ? ഒളിച്ചു നിൽക്കുവാണോ ഗൈസ്? അപ്പം ഓൺ ദ വേ ആയിട്ട് നമ്മളിനി അടുത്തത് ബിരിയാണിയും കൊണ്ട് വരാട്ടോ. അപ്പം എന്താ പറയാ, പായസം ഞാൻ എൻ്റെ പായസം ഫിനിഷ് ആക്കട്ടെ. അപ്പൊ എൻ്റെ പായസത്തിൽ ഞാൻ വേണ്ട, എൻ്റെ പായസം ഞാൻ ഇത് മിഠായി ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താ മതിയായെന്ന്? എനിക്ക് വയറ് നിറഞ്ഞോണ്ടാ ഗൈസ്. ഇപ്പൊ കേക്ക് കഴിച്ചിട്ട് കുറച്ച് സമയം ആയിട്ടോ. എന്നിട്ട് വാറ്റിനെ വിശപ്പടങ്ങിയിട്ടില്ല. അല്ല വിശപ്പടങ്ങി. എന്റെ വീട്ടിൽ എന്താണ്ട് പറഞ്ഞത്. അയ്യോ മനസ്സിലായി മാഡം. ഓ ശരി. അപ്പൊ എന്ത് ചെയ്യാം? എൽവിൻ റോസ് പോകുവാണോ? എൽവിൻ റോസ് ബിരിയാണിയൊക്കെ റെഡിയാക്കാൻ പോവാണ് ഗൈസ്. അതെ തന്നെ. നമ്മള് ബിരിയാണി സെറ്റ് ആക്കിയിട്ടില്ല. നമ്മളെ കൊല്ലും. അതെ തന്നെ. അപ്പൊ എന്ത് ചെയ്യാണ്? ബിരിയാണി സെറ്റ് ആയിട്ട് ഞാൻ ഓടി വരും ഗൈസ്. A few moments later. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൈങ്കിളി ഇതേ വിശന്ന് കൊച്ചിതേ തിന്നുകയാണ് ഗൈസ് അല്ലേ പങ്ക? എങ്ങനെയുണ്ട് നമ്മുടെ മമ്മേന്റെ ബിരിയാണി? എങ്ങനെയുണ്ട് മമ്മ? മോസ്റ്റ് ആണോ? മോസ്റ്റ്. എങ്ങനെയുണ്ട് അമ്മച്ചി? നന്നായിട്ടുണ്ടല്ലേ? നമ്മുടെ ഇതേ സുന്ദരനും ഓണിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ കഴിച്ചില്ല അല്ലേ ഗൈസ്? അപ്പൊ ഞാനും വാവാറ്റിയും കൂടി കഴിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വാവാറ്റി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. വാവാറ്റി എന്തോ എടുക്ക്, നമ്മുടെ ബിരിയാണിനെ അറ്റാക്ക് ചെയ്യേ. ഇവിടെ നോക്കട്ടെ. ഞാൻ കണ്ടില്ല വാവാറ്റിന്റെ ബിരിയാണി.
അതല്ലേ വാവാറ്റെ എന്റെ ബിരിയാണിയും കൂടി എടുത്തിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതെ, യെസ്, കണ്ടോ ദേ വാവാന്റെ ചള്ളാസിന്റെ ഒന്നാമത്തെ ആളാണ് കണ്ടോ. ചള്ളാസും കൊണ്ട് മേളമാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന് വിനേഗറാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ, നമ്മള് കേടല്ല. അതെ. അപ്പൊ വാവാറ്റെ കഴിക്കേ, യെസ്. നമുക്ക് നോക്കാം വാവാറ്റേന്റെ കഴിക്കൽ എങ്ങനെയാണെന്ന്. കുഞ്ഞാറ്റ എന്റെ കൈ കടിച്ചിട്ട് എനിക്ക് കൈവേദന. എന്റെ കഴിച്ച ഐസ്ക്രീമിന്റെ അടി കൂടി ഞാൻ അറിയാതെ ഒന്ന് കടി കൊടുത്തതാണ്. പക്ഷേ ഇതേ കൈവേദന പാടായിട്ടുണ്ട്. ദൈവമേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല കഴിച്ച ചെയ്തത്. പക്ഷെ വാവാറ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇതിലപ്പുറം കടി ഞാൻ തരും, നോക്കിക്കോ. അങ്ങനെ ഇപ്പൊ ഞാൻ ആരും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം വേണ്ടാ, ഈ താഴെ മുകളിൽ എനിക്ക് യക്ഷിപ്പല്ല് 4 ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ കടിക്കൂട്ടാ. കടിച്ച് വാവാറ്റേനെ ഞാൻ കടിച്ച് പറിച്ചെടുക്കും. മാത്രല്ല അതോ എന്റെ നാഗം കൊച്ചിന്റെ മൂക്കി കുത്തി. നിക്കുന്ന പ്രശ്നം. പ്രശ്നം ഭയങ്കര മോസ്റ്റ് ആയിട്ട് കഴിച്ചോളൂ. പക്ഷെ പകുതി മുക്കാലും പോകുന്ന വാവാന്റെ പാത്രത്തിലേക്കാണ് കഴിച്ചത്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചാൽ അതന്നെ അവസ്ഥ അല്ലേ അമ്മേ? അമ്മ ഇരുന്ന് കഴിക്കേ, നിന്ന് കഴിക്കല്ലേ. കണ്ടോ ഇത് കണ്ടോ ഓണിയനൊക്കെ നോക്കിയിരിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോ തന്നെ പിന്നെ ഇവന്മാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഓണിയനെ വിളിച്ചപ്പോ സുന്ദരനാണ് ഗൈസ് വിളി കേട്ടത്. ഓക്കെ ഗൈസ്, സൂപ്പറാണ് ഗൈസ്. അപ്പൊ ബിരിയാണി കഴിക്കേണ്ട ടേൺ എടുത്ത നെക്സ്റ്റ് എന്റെ ആണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈ ചള്ളാസ് ഐ ഡോണ്ട് ലൈക്ക്. പക്ഷെ എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ചിക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ലെഗ് പീസും തൈ പീസും ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. ലെഗ് പീസ് ഇവിടെ ഒരാള് അപഹരിച്ചു വെച്ചിട്ടുണ്ട്. അറിയാതെ എടുത്താണ് കേട്ടോ, ഞാൻ അറിഞ്ഞോണ്ട് എടുത്തല്ല. ആണോന്നോ? പിന്നെ ഈ ബിരിയാണിയിൽ കാണുന്ന ഈ മുന്തിരി ഇഷ്ടല്ല, മല്ലിച്ചപ്പ് ഇഷ്ടല്ല, ഉള്ളി ഇഷ്ടല്ല. ഇതാ കിടക്കുന്ന ഉള്ളി, അത് കാഷ്യൂ ഇഷ്ടല്ല. കാഷ്യൂ ഇഷ്ടം. പായസത്തിലും അതെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിരിയാണി കഴിച്ചു നോക്കാം കേട്ടോ. അപ്പൊ അതെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തൈ പീസ് കിട്ടിയിട്ടുണ്ട്. അച്ചാറില്ലല്ലോ, എടുത്തില്ല, മറന്നുപോയി. അച്ചാർ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ എടുക്കാൻ മറന്നുപോയി. അതെ ഇപ്പൊ നേരത്തെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. യെസ്. അയ്യോ അത് കിട്ടുന്നില്ലല്ലോ ഗൈസ്, എന്റെ തനി സ്വഭാവം ഞാൻ എടുത്തു. കയ്യിലുള്ള പ്ലേറ്റ് ഒക്കെ ഇപ്പം അറിയും ഗൈസ്. സത്യം പറഞ്ഞാല് ഇത് എനിക്ക് കടിക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കടിക്കട്ടെ. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അതെ, അതുകൊണ്ട് നിങ്ങളെ നോക്കുന്നില്ല. അപ്പം ഒരുപാട് ചോറ് ഞാൻ വെച്ചില്ല. അപ്പൊ നമ്മുടെ ചോറ് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ എടുത്തിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുള്ളത്. ഹൗസ് ഇറ്റ്? മോസ്റ്റ് ടേസ്റ്റി ഫുഡ്. മമ്മ നോ വേർഡ്സ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മമ്മയിന്ന് സ്പെഷ്യൽ രീതിയിലാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. ഞാനാണ് എല്ലാം അരിഞ്ഞു കൊടുത്തത്. അതാണ് ഇത്ര ടേസ്റ്റ് കൂടിയത്. പിന്നെ ഞാനാണ് നമ്മുടെ ഉള്ളിയും മുളകും കാര്യങ്ങളൊക്കെ വഴറ്റിയത്. അതുകൊണ്ടാണ് ഇത്ര ഒഴുകി തവിയിലേക്ക് ഒഴുക്കി. ഗൈസ്, അപ്പൊ നിങ്ങൾക്കൊരു വാ ഞാൻ വാരിത്തരാം. ഇത് തെറിച്ച് നമ്മുടെ സുന്ദരന്റെ വായിന്റെ മുമ്പ് പോകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ലെഗ് പീസ് അല്ല തൈ പീസ് എടുത്തു, ചോറിന്റെ ഉള്ളിൽ വെച്ചു. അപ്പം ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പം ഇത് ഇഷ്ടമായിരിക്കും. എന്ത് സീലഡ്? അപ്പൊ സാലഡ് നിങ്ങൾക്ക് വേണ്ടിട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്ക് അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി കഴിക്കുക. റൈസും കൂടി ആഡ് ചെയ്തു. യെസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പം എന്താ പറയാ, എനിക്ക് ഉള്ളി ഇഷ്ടമാണ്, ഉള്ളി കഴിക്കാൻ. അപ്പൊ ഞാൻ വേഗം ഈ ഫുഡ് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ത് മുന്തിരി അതന്നെ എടുത്തോ. കൊച്ചിന് മുന്തിരി ഇഷ്ടം, ഞാൻ മാറ്റി വെച്ചേക്കാം കൊച്ചിന്. ഇങ്ങനെ അന്യ എന്റെ ലെഗ് പീസ് ഒക്കെ എടുത്തോണ്ട് പോ. എന്താ
വേണ്ടേ കണ്ടോ വേറെ ഓ, എന്ത് കിട്ടി സഹിക്കും തിന്നൂലേ ബിരിയാണിയിൽ ചിക്കൻ പീസ് എടുത്തോണ്ട് പോയാൽ സഹിക്കില്ല അത്രേ ഉള്ളൂ വിശ്വാസമല്ല ഗൈസ് എന്റെ ഒരു കൈ ഇതാ എവിടെയാണ് അടിപൊളി പോസാ അപ്പം ഈ ഫുഡ് വേഗം തന്നെ കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയാ കഴിക്കട്ടെ. ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളോടൊന്നും വർത്താനം പറയാൻ തോന്നുന്നില്ല. അങ്ങനെയില്ല കേട്ടോ അല്ലേ പങ്ക. നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.